ഇന്ന് ഞങ്ങൾ ചില്ല് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ എറണാകുളത്തെ സുഭാഷ് പാർക്കിലാണ്. അപ്പം ഞങ്ങൾക്ക് എന്തിൻ്റെ നട്ടപ്രാന്തായിരുന്നു എന്നറിയില്ല. നട്ടുച്ചയ്ക്കാണ് ഇറങ്ങിയത്. ഇന്നാണെങ്കിൽ ഒടുക്കത്തെ വെയിലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ പോകാനായിട്ട് നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. എന്നാലും വെയിൽ അറിയിട്ടുണ്ടായിരുന്നില്ല. നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു. പക്ഷേ അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും അറിയത്തില്ല കേട്ടോ. വെയിലുണ്ടെങ്കിലും നല്ല കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഫ്രഷ് എയറൊക്കെ കൊണ്ട് ആൾക്കാരെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മളെപ്പോലെ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. കണ്ടോ, ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ട്. ഒരു കല്യാണമല്ല, 2-3 കല്യാണത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്ന് തോന്നണം. അതുപോലെ തിരക്കായിരുന്നു. പക്ഷേ എന്നാലും നമ്മളൊരു സ്പോട്ടൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ സൈഡിൽ നൈസായിട്ട് പോയിരുന്ന് വെയിലൊന്നും കിട്ടാത്ത സ്ഥലത്തൊക്കെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് ആലോചിച്ചത് ഓണാണല്ലോ, അപ്പോൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ അടുത്താണല്ലോ ബ്രോഡ്വേ, നമുക്ക് നേരെ ബ്രോഡ്വേക്ക് വിടാമെന്നുള്ളത് എൻ്റെ ഐഡിയ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ബ്രോഡ്വേയിലേക്ക് വിട്ടു. എൻ്റെ പൊന്നോ, അവിടെ ഒരു കല്യാണം 2 കല്യാണമാണെങ്കിൽ ഇവിടെ ഒരു 5-6 കല്യാണത്തിലുള്ള ആൾക്കാരായിരുന്നു. ബ്രോഡ്വേ അറിയാമല്ലോ, പ്രത്യേകിച്ച് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സീസൺ ആകുമ്പോഴത്തേനും ഓണം ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ പിന്നെ അവിടെ ഒട്ടുക്കത്തെ തിരക്കാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നമുക്ക് പറ്റിയ സ്ഥലമല്ല, കാരണം ഒട്ടുക്കത്തെ തിരക്കാണ്. അപ്പോൾ നമുക്ക് തിരക്കില്ലാത്ത ഏതെങ്കിലും ഒരു കടയിൽ നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ ആ ബ്രോഡ്വേയിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങി നേരെ തൃപ്പൂണിത്തുറയ്ക്ക് വെച്ച് പിടിച്ചു.